നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വർക്ക് എത്തിക്സ് ആൻഡ് സർവീസ് ലേണിംഗ്. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. വർക്ക് എത്തിക്സ് ആൻഡ് സർവീസ് ലേണിംഗ്. ഇതിൽ നമുക്ക് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആണ്. വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധിച്ച് എത്തിക്സ് പാലിച്ചിരിക്കണം. ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എത്തിക്സ് പാലിച്ചിരിക്കണം. വർക്ക് എത്തിക്സ് ഓക്കെയാണ്. ആ ഒരു വാക്ക് ഒട്ടും പുതിയതല്ല. അപ്പോൾ വർക്ക് എത്തിക്സ് വളരെ ഫെമിലിയർ ആണ്. എന്നാൽ ഈ രണ്ടാമത്തെ വേർഡ് സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കൊരു പുതിയ വാക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വർക്ക് എത്തിക്സ് എന്താണെന്നും സർവീസ് ലേണിംഗ് എന്താണെന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ആദ്യം ഈ വർക്ക് എത്തിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ യൂണിറ്റിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്, വർക്ക് എത്തിക്സ് ആൻഡ് സർവീസ് ലേണിംഗ്. നോക്കൂ, ഈ വർക്ക് എത്തിക്സ് എന്താണെന്നുള്ളത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഒരു വർഷം ചിലപ്പോൾ 15 ലീവ് വരെയൊക്കെ കാണും. നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരാൾക്ക് 15 ദിവസം ലീവുണ്ട്. ഒരു വർഷം 15 ദിവസം ലീവുണ്ട്. ഈ ലീവ് എടുത്താൽ ശമ്പളമൊന്നും പോകത്തില്ല. ക്യാഷ്വൽ ലീവോ മെഡിക്കൽ ലീവോ എന്തോ ആയിക്കോട്ടെ, ഒരാൾക്ക് ഒരു വർഷം 15 ദിവസം ലീവ് എടുക്കാൻ പറ്റും. ഓക്കെ, അത് അയാളുടെ അവകാശമാണല്ലോ. കൃത്യമായിട്ട് അയാൾക്ക് ലീവ് എടുക്കാം. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു എംപ്ലോയി, ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്നിരിക്കട്ടെ. മിസ്റ്റർ എക്സിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ലീവ് നേരത്തെ പറയത്തില്ല. അതായത് എന്നാണോ ലീവ് എടുക്കേണ്ടത് അന്ന് രാവിലെ ഒരു 9:45 പറയൂ, ഞാൻ ഇന്ന് വരത്തില്ല. ഇതാണ് പുള്ളിയുടെ രീതി. ഒരുപക്ഷെ വല്ല എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ ഓക്കെ. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് സാർ, എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, ഓക്കെ എന്ന് പറയാം. ശരി, ഓക്കെ. രണ്ടാമത്തെ ലീവ്, മൂന്നാമത്തെ ലീവ്, നാലാമത്തെ, അഞ്ചാമത്തെ ഈ ലീവ് ഇയാൾ ഇങ്ങനെ എടുക്കുന്നോളൂ. രാവിലെ അങ്ങ് വിളിച്ച് പറയും, സാറേ ഞാൻ ഇന്ന് വരത്തില്ല. ഇവിടെ ലീവ് എടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ശരിയാണ്. പുള്ളിക്കാരന് 15 ലീവ് എടുക്കാം, ശമ്പളമൊന്നും പോവില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാവിലെ 9:45 വിളിച്ച് പറയുന്ന ശീലം എന്ന് പറയുന്നത് ഒരു വർക്ക് എത്തിക്സ് അല്ല. അതൊരു നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ല. കാരണം രാവിലെ 9:45 പുള്ളി പറയുന്നത് ഞാൻ ഇന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് കൊളീഗ്സിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം പെട്ടെന്ന് ധൃതി പിടിച്ച് പിന്നെ വർക്ക് അസൈൻ ചെയ്യണം, വർക്ക് അറേഞ്ച്മെൻ്റ് എല്ലാം മാറ്റണം. ആകെപ്പാടെ കമ്പനിക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ എമർജൻസി സിറ്റുവേഷൻ ഈസ് ഓക്കെ. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. രാവിലെ വിളിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇന്ന് വരത്തില്ല. ഇത് വർക്ക് എത്തിക്സ് അല്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ വർക്ക് എത്തിക്സ് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നൊരു എംപ്ലോയി, ഞാൻ എന്നൊരു വർക്കർ ഒരു കാരണവശാലും കമ്പനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ പെരുമാറരുത്. റെസ്പെക്ട് ടുവേർഡ്സ് കൊളീഗ്സ് ആൻഡ് സുപ്പീരിയേഴ്സ് എന്നതും കൂടെ അടക്കം പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കോ എൻ്റെ സുപ്പീരിയർക്കോ യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കരുത്. അവിടെ റെസ്പെക്റ്റ് എന്ന വാക്കതാണ്. ഞാൻ വളരെ മുൻപേ, അതായത് എനിക്ക് ഇന്നലെ അറിയാം ഞാൻ ലീവ് എടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇന്നലെ പറയുക, സാർ ഞാൻ നാളെ വരത്തില്ല. അപ്പോൾ ഈ പറയുന്ന കൂടെ ജോലി ചെയ്യുന്നവർക്കും സുപ്പീരിയേഴ്സിനും എല്ലാം കൃത്യമായിട്ട് വർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മനഃപൂർവ്വം എല്ലാ ദിവസവും എന്നാണോ ലീവ് എടുക്കുന്നത് ആ ദിവസം രാവിലെ, അതും 9:45 10 മണിക്ക് വർക്ക് തുടങ്ങണം, സാർ ഞാൻ ഇന്ന് വരത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ എന്നെ പിരിച്ചുവിടാനോ പറ്റില്ല. കാര്യം എനിക്ക് 15 ലീവ് ഉണ്ടല്ലോ. പക്ഷേ ഇവിടെയാണ് ഈ എത്തിക്സ് എന്ന വാക്ക് വരുന്നത്. ഞാൻ അവിടെ ശരിക്കും ഒരു വർക്ക് എത്തിക്സ് അല്ല കാണിക്കുന്നത്. എനിക്ക് തലേന്നേ അറിയാമെങ്കിൽ പറയാം ഞാൻ നാളെ വരില്ല. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മുടെ ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവേണ്ട റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതാരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമല്ല. ഇത് പേഴ്സണൽ എത്തിക്സിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ നാളെ ഞാൻ വരില്ല, അല്ലെങ്കിൽ ഇന്ന ദിവസം വരില്ല എന്നും പറഞ്ഞ് ലീവ് എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ശീലിച്ചവർക്ക് ഈ വർക്ക് എത്തിക്സ് ഉണ്ടാവും. അതല്ല, ടീച്ചേഴ്സിനോടും പറയത്തില്ല, ഞാൻ ലീവ് എടുക്കുന്നവരാരോടും പറയത്തില്ല, ഞാൻ കുറച്ച് ദിവസം വരത്തില്ലെന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി മുന്നോട്ട് പോയതെങ്കിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് എത്തിക്സും കാണത്തില്ല. വർക്ക് എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടുന്ന റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ആണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പ്രൊഫഷണലിസം കാണിച്ചിരിക്കണം, ഓണസ്റ്റി കാണിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, റെസ്പെക്ട് ടുവേർഡ്സ് കൊളീഗ്സ് ആൻഡ് സുപ്പീരിയേഴ്സ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് വർക്ക് എത്തിക്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ലീവ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ പ്രാക്ടീസ് എന്താണെന്നറിയോ? ലീവ് എടുക്കാൻ നമുക്കറിയാം, നാളെ തന്നെ നമുക്കറിയാം നാളെ ലീവാണ്. അപ്പോൾ കൃത്യമായിട്ട് പറയുക, ഞാൻ ലീവ് എടുക്കാൻ പോകുന്ന ഇന്ന ഡേറ്റിലാണ്, സോ എൻ്റെ വർക്കുകൾ ഇത്രയും പെൻഡിങ് ഉണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാം. ആ ലീവ് ആ കമ്പനിയെ ബാധിക്കാത്ത പോലെ എടുക്കണം. എക്സെപ്റ്റ് എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷൻ ഈസ് ഓക്കെ. പക്ഷെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു ലീവ് എടുക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത്. വർക്കെല്ലാം കൃത്യമായിട്ട് അസൈൻ ചെയ്ത് ഞാൻ അവിടെ ഇല്ലെങ്കിലും കമ്പനി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് എത്തിക്സ്. അതാണൊരു വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വർക്ക് എത്തിക്സിന് പല ഡെഫിനിഷനും പല എക്സാമ്പിളും പറയാൻ പറ്റും. ഒരു വർക്കർ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇപ്പോൾ രാവിലെ 9:45 വിളിച്ചിട്ട് പറയുവാണ് ഞാനിന്ന് വരത്തില്ല.
അയാളുടെ ജോലി മുഴുവൻ അവിടെ പെൻഡിങ് ആണ്. അത് മുൻകൂട്ടി അസൈൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ധൃതി പിടിച്ച് മറ്റ് എംപ്ലോയീസിനെല്ലാം ബുദ്ധിമുട്ടാക്കും അയാൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാതെ ഞാനെന്ന എംപ്ലോയി ബിസിനസ്സിൽ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സും റൂൾസും പാലിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഈ വർക്ക് എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ്. ഒരു വർക്ക് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഓണസ്റ്റി, സത്യസന്ധത കാണിച്ചിരിക്കണം. എല്ലാ ഇൻ്ററാക്ഷൻസിലും എല്ലാ ആക്ഷൻസിലും ഞാൻ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ഓഫ് ക്വാളിറ്റി എന്ന് വിളിക്കുന്ന സാധനമാണ് പങ്ക്ച്വാലിറ്റി. ഞാൻ ഒരു കാരണവശാലും എൻ്റെ പങ്ക്ച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സമയത്ത് വന്ന് ജോലി തുടങ്ങുന്നു എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് സുപ്പീരിയേഴ്സ് പറയുന്ന ജോലികളെല്ലാം അവർ പറയുന്ന സമയത്ത് തന്നെ തീർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്താണ് ഈ പങ്ക്ച്വാലിറ്റി എന്നാവുന്നത്. ദെൻ റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൃത്യമായിട്ട് കേൾക്കാൻ സഹായിക്കണം. മറ്റുള്ളവരോടൊരു ബൗണ്ടറി വെക്കുക. അതായത് ഒരു ധാർഷ്ട്യം പാടില്ല എന്ന് പറയത്തില്ലേ, ആരെയും മൈൻഡ് ചെയ്യാതെ ചുമ്മാ നടക്കുന്നത്, അത് പാടില്ല. ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ സുപ്പീരിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, കമ്പനിയെ റെസ്പെക്ട് ചെയ്യണം, ആ വർക്കിനെ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റും എൻ്റെ ആക്ഷൻസും ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡി ആവണം. അല്ലാതെ ഞാൻ വല്ല കുഴപ്പവും കാണിച്ച് വെച്ചിട്ട് ഇത് സുപ്പീരിയേഴ്സിന് കുഴപ്പം വരും. സുപ്പീരിയേഴ്സ് എന്തെങ്കിലും കുഴപ്പം കാണിച്ച് വെച്ചിട്ട് വല്ല പ്രശ്നം വരുമ്പോൾ ജൂനിയേഴ്സിന് തലയിലിട്ട് കൊടുക്കും. അത് എത്തിക്സിനെതിരാണ്. ഞാൻ ചെയ്ത ആക്ഷൻ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എൻ്റെ കുഴപ്പമാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. ഇതെല്ലാം എത്തിക്സിൻ്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഓണസ്റ്റി ഉണ്ടാവണം. ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറൈവിങ് ഓൺ ടൈം ആൻഡ് മീറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം കൃത്യസമയത്ത് ചെയ്യണം. അല്ലാതെ കൃത്യം 10 മണിക്ക് വന്നിട്ടിരുന്ന് ഉറങ്ങുന്നതല്ല. ഞാൻ കറക്റ്റ് സമയത്ത് 10 മണിക്ക് എത്തി, പിന്നെ ജോലി ചെയ്യാതിരിക്കുന്നതിലത് കാര്യമില്ല. എല്ലാ ജോലിയും സമയത്ത് ചെയ്യണം, കൃത്യസമയത്ത് വരണം, ജോലികളും കൃത്യസമയത്ത് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പങ്ക്ച്വാലിറ്റി. പിന്നെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടും സ്ഥാപനത്തിനോടും ജോലിയോടും ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അതാണ് ഈ ധാർഷ്ട്യം ഒഴിവാക്കണം. ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, എന്നെക്കൊണ്ട് സൗകര്യമില്ല, സൗകര്യമുള്ളപ്പോൾ ചെയ്യാം, ഈ ആറ്റിറ്റ്യൂഡ് പാടില്ല. ഏറ്റവും പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ചെയ്തു പോയൊരു മിസ്റ്റേക്കാണ്, അത് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന രീതി. അതാണ് അക്കൗണ്ടബിലിറ്റി. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എത്തിക്സ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് ഒരു വർക്ക് എത്തിക്സ് വെക്കുന്നത്? ഏറ്റവും പ്രധാന കാര്യം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ കോളേജിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നില്ല എന്ന് കരുതി ടീച്ചേഴ്സിന് പ്രശ്നമൊന്നും വരുന്നില്ല. കോളേജിൽ ഇപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? സ്റ്റുഡൻസ് നിങ്ങൾ വന്നില്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറയൂ, ഞാൻ ഇന്ന് വരത്തില്ല ടീച്ചറെ. ചിലർ പറയുമായിരിക്കും. പക്ഷേ പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് എന്നതിനേക്കാളും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി അറിയിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ മുൻകൂട്ടി ലീവ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ആ ഡോക്ടറുടെ പേര് എഴുതി വെച്ചിട്ട്, ബോർഡിൽ ഡോക്ടറുടെ പേര് എഴുതി വെച്ചിട്ട് ലീവ് ഓൺ ആ ഡേറ്റ് ഇട്ടേക്കും. ഞാനെന്ന ഡോക്ടർ ഇന്ന ദിവസം ലീവ് ആയിരിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പേഷ്യൻസിനും ഹോസ്പിറ്റലിനും എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. മറിച്ച് എനിക്ക് നേരത്തെ അറിയാം ലീവ് ആയിരിക്കുമെന്ന്, 14, 15 തീയതി ലീവാണെന്ന് അറിയാം. പക്ഷേ ഞാനത് വിളിച്ച് പറയാതെ ഹോസ്പിറ്റലിൽ പറയുവാണ്, 14-ാം തീയതി രാവിലെ പറയുവാണ്, അതെ ഞാൻ ഇന്ന് വരത്തില്ല കേട്ടോ, ഓൾറെഡി 10 OP ടിക്കറ്റ് പോയി കാണും. ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഈ എത്തിക്സ് സഹായിക്കും. ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ എത്തിക്സ് പാലിച്ചു പോയാൽ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിനൊരു മതിപ്പാടോ, നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കും, ഇനി വരാനിരിക്കുന്ന ലീവുകൾ എഴുതി വെക്കും. ഇപ്പോൾ ഡോക്ടർ ഇന്ന ആൾ ലീവ് ഓൺ ഇന്ന ഡേറ്റ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ 3 ദിവസം ആ ഡോക്ടർ കാണത്തില്ല. അതൊക്കെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് പോകും. കാര്യം എല്ലാവരും തമ്മിൽ നല്ല ഒരു കൊളാബറേറ്റീവ് വർക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും കൂടും. അതുകൊണ്ടാണ് അവിടെ എത്തിക്സ് വേണമെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ്. എത്തിക്സ് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം ട്രസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞു, ഈ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മറ്റൊരാൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് നമുക്ക് മോറൽസും വാല്യൂസും എത്തിക്സും ഇൻറ്റഗ്രിറ്റിയും വേണമെന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് മറ്റുള്ളവർക്കൊരു വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ താക്കോൽ തന്നിട്ട് പോകാനുള്ള വിശ്വാസം എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ചില സിനിമയിലും കേട്ടില്ല. അതായത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ താക്കോൽ വരെ കൊടുത്തിട്ട് പോകാൻ നമുക്ക് റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ടീം വർക്ക് എൻകറേജ് ചെയ്യും. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചർ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ, എൻകറേജസ് ടീം വർക്ക് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്, ഫോസ്റ്റേഴ്സ് പോസിറ്റീവ് വർക്ക് കൾച്ചർ. കൃത്യമായിട്ട് ലീവൊക്കെ അറിഞ്ഞാൽ, ലീവിൻ്റെ കാര്യം പറയുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അതാണ്.
തലേന്നോ അല്ലെങ്കിൽ അതിന് പിറ്റേന്നോ ഒക്കെ ലീവ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു നല്ല വർക്ക് കൾച്ചറായിരിക്കും. കൂടെ ജോലി ചെയ്യുന്നവർക്കും സമാധാനമാണ്. ഈ രീതിയിൽ രാവിലെ തന്നെ ലീവ് അവരെ ആർക്കും ഇഷ്ടമല്ലാതാവും. കാര്യം ആ ഒരുത്തൻ കാരണം അന്നത്തെ ദിവസം ബാക്കിയുള്ളവരെല്ലാവരും കഷ്ടപ്പെടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളങ്ങ് പിരിച്ചു വിട്ടോളും. ഓക്കെ. അപ്പോൾ അങ്ങനെ അൺഎത്തിക്കൽ ആവരുതെന്നാണ് പറയുന്നത്. കുറച്ച് ഡിസഡ്വാൻറ്റേജ് പറയാം. അതായത് ഭയങ്കരമായിട്ട് എത്തിക്സ് കീപ്പ് ചെയ്ത് സ്ട്രിക്റ്റ് വർക്ക് എത്തിക്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെസ്സായി പോകും ആൾക്കാർ. അനങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു ഭയങ്കര ഓവർ എംഫസിസ് കൊടുത്താൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, അങ്ങനെ ചെയ്യാവൂ, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായി പോകും. പിന്നെ ഇത് എൻഫോഴ്സ് ചെയ്യുന്നതിനകത്ത് ഇൻകൺസിസ്റ്റ് ആണ്. ഇപ്പം ജനുവരി മാസം പറയുന്ന കാര്യങ്ങളല്ല ഫെബ്രുവരി പറയുന്നത്. ചില മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. അവർക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ആയി പോകും. പക്ഷേ അത് ജസ്റ്റ് പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എത്തിക്സ് പാലിച്ചേ പറ്റൂ. ആ എത്തിക്സ് എൻഫോഴ്സ് ചെയ്യുന്നത് അതിനകത്ത് കൂടുതൽ ഓവർ എംഫസിസ് കൊടുത്താൽ ചിലപ്പോൾ വർക്ക് മോശമാവും. അവർ എത്തിക്സ് പിടിച്ചുകൊണ്ടിരിക്കാൻ നോക്കും. ഇപ്പോൾ ഓവറായിട്ട് സ്ട്രിക്റ്റ് ആയാലും, ഇപ്പോൾ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഓവറായിട്ട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഭയങ്കര മോശം റെസ്പോൺസ് ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന പേരിൽ വളരെ മോശമായിട്ടും റിജിഡായിട്ടും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കരുത്. അത് ചിലപ്പം ദോഷമായിട്ടേ വരത്തുള്ളൂ. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് എങ്ങനെ വർക്ക് എത്തിക്സ് ഡെവലപ്പ് ചെയ്യാം? പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണുള്ളത്. നമുക്കൊരു വർക്ക് എത്തിക്സ് ഡെവലപ്പ് ചെയ്യാം. അതിൽ അണ്ടർസ്റ്റാൻഡ് പേഴ്സണൽ വാല്യൂസ് ആൻഡ് അലൈൻ ദം വിത്ത് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. അതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. പേഴ്സണൽ വാല്യൂസ് നമുക്ക് ഉണ്ടാവണം. ആ പേഴ്സണൽ വാല്യൂസ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതായത് ഞാനൊരു സ്ഥലത്ത് അവൈലബിൾ ആവില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ തന്നെ നേരത്തെ ഒരാളുടെ മനസ്സ് കാണിക്കും, എടാ ഞാൻ ഇന്ന സമയത്ത് കാണത്തില്ല. ഒരു പേഴ്സണൽ വാല്യൂ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ദിവസം വരില്ലെങ്കിൽ മുൻകൂട്ടി പറയുന്നൊരു ശീലം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വരും. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷനാണ്. എനിക്ക് പേഴ്സണൽ വാല്യൂസ് കുറവാണെങ്കിൽ അത് കൂട്ടണം. എന്നിട്ട് ആ പേഴ്സണൽ വാല്യൂ ഞാനെന്ന വ്യക്തി ആദ്യം നന്നായിക്കൊണ്ട് ഞാനെന്ന പ്രൊഫഷണലിനെ നന്നാക്കാൻ നോക്കണം. അല്ലാതെ ഒരു മോശം വ്യക്തിക്ക് ഒരു നല്ല പ്രൊഫഷണലായിട്ട് വളരാൻ വലിയ പാടാണ്. ഒരു പുള്ളി ഇപ്പോൾ ലേറ്റായിട്ട് വരുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ആദ്യം ആ വാല്യൂ മാറ്റണം. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ ആദ്യം പഠിക്കുക. എന്നിട്ടത് നല്ലൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡാക്കി മാറ്റുക. ദെൻ എഡ്യൂക്കേഷൻ. വർക്ക് എത്തിക്സിനെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ട്രെയിനിങ് എടുത്ത് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റണം, വർക്ക് എത്തിക്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, പേഴ്സണൽ വാല്യൂ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള വാല്യൂസ്, ഇപ്പോൾ ഞാൻ സത്യസന്ധനാവില്ലെങ്കിൽ ആവണം. ആസ് എ പേഴ്സൺ നിങ്ങൾ ഓണസ്റ്റി കാണിക്കുന്നില്ലെങ്കിൽ ആസ് എ ഡോക്ടറും ചിലപ്പോൾ നിങ്ങൾ കള്ളത്തരം കാണിച്ചു കളയും. ആസ് എ പേഴ്സൺ നിങ്ങൾ പങ്ക്ച്വൽ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആസ് എ ടീച്ചർ നിങ്ങൾ പങ്ക്ച്വൽ അല്ലാതായി പോകും. അല്ലാതെ ടീച്ചർ ആയതിനു ശേഷം നിങ്ങൾക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കാൻ വലിയ പാടാണ്. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ തന്നെ നിങ്ങൾ ആദ്യം വാല്യൂസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് സെൽഫ് റിഫ്ലക്ഷൻ, ആ വാല്യൂസ് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അലൈൻ ചെയ്യാൻ നോക്കുക. മറ്റൊന്ന്, വർക്ക് എത്തിക്സിനെ നല്ല ട്രെയിനിങ് കിട്ടുന്നത്, അതായത് ഇതൊക്കെ ഓറിയൻറ്റേഷൻ ബിസിനസ്സുകാർ കൊടുത്തോളും, അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ദെൻ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയാണ് വർക്ക് എത്തിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഗുഡ് പേഴ്സൺ ആവുക ആദ്യം. ആ ഗുഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ഒരു ഗുഡ് വർക്കറായിട്ട് മാറാൻ പറ്റുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വർക്ക് എത്തിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻ. നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങളും സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇങ്ങനാണോ എന്നൊന്ന് എടുത്തു ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം, അല്ലായിരിക്കാം എന്ന ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ എത്തിക്സ് ആണെങ്കിലും വാല്യൂ ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനാണെന്ന് നമ്പർ ഇട്ട് നിരത്താനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരാളുടെ എത്തിക്സ് 200 ആണ്, ഒരാളുടെ വാല്യൂ 310 ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവാണ്, ക്വാളിറ്റേറ്റീവ് ആണെന്ന് പറയാം. ഇതെല്ലാം ക്വാളിറ്റേറ്റീവാണ്. ഈ സബ്ജക്റ്റേ ക്വാളിറ്റേറ്റീവാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടും ഇതൊക്കെ കൊണ്ടുവരാനായിട്ടും കുറേ ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ വർക്ക് എത്തിക്സ് കൊണ്ട് എന്തൊക്കെയാണ് വർക്ക് എത്തിക്സിൻ്റെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഒരാൾക്ക് വർക്ക് എത്തിക്സ് പാലിക്കാൻ പറ്റുന്നില്ല? ഫസ്റ്റ് തിങ് ചലഞ്ചസ് ആണ് പറയുന്നത്. വർക്ക് എത്തിക്സിൻ്റെ ചലഞ്ചസ്. ഫസ്റ്റ് തിങ്, ലാക്ക് ഓഫ് അവെയർനെസ്. പുള്ളിക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ അറിവില്ലായ്മ ഒരു പ്രശ്നമാണ്. രാവിലെ ലീവ് വിളിച്ച് പറയാൻ കുഴപ്പമാണ്. അപ്പോൾ ആ സൂപ്പർവൈസർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഓക്കെ ഇന്നൊരു ദിവസത്തേക്ക് കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ചെയ്യരുത്, തലേന്നേ പറയണം. അപ്പോൾ ആ അവെയർനെസ് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവും. ആ അവെയർനെസ് പാലിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എത്തിക്സ് എന്തുകൊണ്ട് പാലിക്കുന്നു ചോദിച്ചാൽ ഫസ്റ്റ് തിങ്, ആ എംപ്ലോയിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഓക്കെ, അതുകൊണ്ടൊരു പ്രശ്നം വന്നെങ്കിൽ കൃത്യമായിട്ട് അതിന് ട്രെയിനിങ് എഡ്യൂക്കേഷനും കൊടുക്കുക. സോ ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ക്ഷമിക്കാം, ഇനി ഇങ്ങനല്ല കേട്ടോ ചെയ്യേണ്ടത്, നമുക്ക് ലീവിന് തലേന്നെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ദെൻ വർക്ക് പ്ലേസ് പ്രഷർ കൊണ്ടും എത്തിക്സ് പാലിക്കാതിരിക്കാം.
ഇപ്പോൾ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓവർലോഡായിട്ട് വർക്കും ഹെവി പ്രഷറൊക്കെ തന്നാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയർ കാണിച്ചു പോകും. അതായത് നമുക്ക് എത്തിക്സ് പാലിച്ച് പോയാൽ നമുക്ക് ടാർഗറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെക്കൊണ്ട് താങ്ങാവുന്നതിലപ്പുറം പ്രഷറാണെങ്കിൽ നമുക്ക് ജോലി പോകാനും പറ്റത്തില്ല, കുടുംബ പട്ടിണിയായി പോകും. ആ സാഹചര്യം ചിലരെന്ത് ചെയ്യുമെന്നറിയാവോ, ഈ അൺഎത്തിക്കൽ പ്രാക്ടീസ് കാണിക്കും. അതൊഴിവാക്കാനായിട്ട് നല്ല ലീഡർഷിപ്പ് കൊടുക്കുക. അതായത് ഈ വർക്ക് പ്ലേസ് പ്രഷർ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ലീഡ് ചെയ്യുക. ഇപ്പോൾ ഒരാളോട് പറയുവാണ്, കൃത്യം 3 മണിക്ക് മുമ്പ് ഈ വർക്ക് മൊത്തം ചെയ്ത് തീർത്ത് തന്നിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിരിച്ചു വിട്ടോളയും. പുള്ളി നോക്കണം എങ്ങനെയൊക്കെ ചെയ്തിട്ടും നടക്കുന്നില്ല, കോപ്പി അടിച്ചേ പറ്റൂ, എവിടെന്നെങ്കിലും കോപ്പി അടിച്ചേ പറ്റൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി അങ്ങ് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആയി പോകും. അതൊഴിവാക്കാൻ നല്ല ലീഡർഷിപ്പ് ആയിരിക്കണം. 3 മണിക്ക് മുമ്പ് ചെയ്തില്ലെങ്കിൽ കൊന്നുകളയൊന്നും പറയരുത്. 3 മണിക്ക് മുമ്പ് ചെയ്യാൻ നോക്കുക, നമുക്ക് ഒരുമിച്ച് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, നമുക്ക് 2:30 ആകുമ്പോഴേലും അപ്ഡേറ്റ് ചെയ്തേക്കണേ, ഞാനും കൂടെ ഒന്ന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ മര്യാദയൊക്കെ ചെയ്യാൻ നോക്കും. പ്രധാനമായിട്ട് എത്തിക്സ് പാലിക്കാത്തത് 2 കാര്യം കൊണ്ടാവാം. ഒന്നുകിൽ ആ എംപ്ലോയിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയാണ്, എങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുക, സൊല്യൂഷൻ. 2 വർക്ക് പ്രഷർ, ഇതാണ് മെയിൻ കാര്യം. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കുഴപ്പത്തിലാക്കി വെക്കും. അതിന് നല്ല ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് മോഡൽ സെലക്ട് ചെയ്ത് പുള്ളിയെ നന്നായിട്ട് ആ ടീമിൽ ലീഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ചിലരുടെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്താലും ഞാൻ അണ്ണത്തിക്കൽ, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അണ്ണത്തിക്കലായേ പറ്റുന്നു, അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ സാഹചര്യം കൊണ്ട് അണ്ണത്തിക്കലായി പോയാൽ അത് നല്ല ലീഡർഷിപ്പ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് പ്രധാനമായിട്ടും വർക്ക് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ. ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സർവീസ് ലേണിംഗ് ആണ്. എന്താണ് സർവീസ് ലേണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ LKG തൊട്ട് അല്ലെങ്കിൽ അംഗനവാടി തൊട്ട് ഒരു പെർട്ടിക്കുലർ ക്ലാസ് വരെ നമ്മൾ പഠിക്കും. MCOMോ MBAയോ CA എന്തോ ആയിക്കോട്ടെ. ഈ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഈ പഠിച്ച ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ കമ്മ്യൂണിറ്റി സർവീസിലേക്ക് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം, ഇത് നമുക്ക് എങ്ങനെ സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുത്താം, അതാണ് ഈ സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. സർവീസ് ലേണിംഗ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ദാറ്റ് കമ്പൈൻസ് ക്ലാസ് റൂം ലേണിംഗ് വിത്ത് കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ്. എങ്ങനെ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി സർവീസിലേക്ക് ഇറങ്ങാം, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ റിയൽ വേൾഡ് പ്രോബ്ലംസിലേക്ക് കൊണ്ടുവന്ന് ഒരു സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ്, അതാണ് സർവീസ് ലേണിംഗ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ സൊസൈറ്റിക്ക് പ്രയോജനമുണ്ടാക്കാം, ഏതൊക്കെ തരത്തിൽ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് സർവീസ് കൊടുക്കാം, അതാണ് ശരിക്കും പറഞ്ഞാൽ സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സർവീസ് ലേണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ്. നമുക്ക് ചുറ്റും ഒരു ലോകം ഉണ്ടല്ലോ, അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ഈ പറയുന്ന ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനെ എങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രയോജനപ്പെടുത്താം. മറ്റൊന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ പഠിച്ചത് പ്രാക്ടിക്കൽ സ്കിൽ, ഇപ്പോൾ നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ നമുക്കതൊരു കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം ചെയ്യാം. ദെൻ പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ പഠിക്കുന്നു, വീട്ടിൽ പോകുന്നു, പഠിക്കുന്നു, വീട്ടിൽ പോകുന്നു, ഇതിനപ്പുറത്തേക്കൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർക്കും കൂടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മുടെ പട്ടിണി മാറ്റാൻ വേണ്ടി മാത്രമാവരുതെന്നർത്ഥം. അതായത് സ്വാർത്ഥത ഒഴിവാക്കണം, കമ്മ്യൂണിറ്റിക്കും കൂടെ വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കമ്മ്യൂണിറ്റി സർവീസിലേക്കും കൂടെ പ്രയോജനം ചെയ്യണം. അപ്പോൾ അത് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിന് കാരണമാവും, സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തും ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ അക്കാഡമിക് ലേണിംഗ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക. പിന്നെ മറ്റൊന്ന് സോഷ്യൽ കൺസൈസ്നെസ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ടുണ്ടെങ്കിൽ, അതായത് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് കേട്ടിട്ടുണ്ടോ? സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ആളിവിടെ ജീവിക്കുന്നത് ഈ സൊസൈറ്റിക്കും കൂടെ വേണ്ടിയാണ്. കാര്യം ഈ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരുപാട് റിസോഴ്സസ് ഞാൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. മറ്റൊന്നെന്ന് പറയുന്നത് പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ, അതായത് ടു ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കിൽസ് ദോസ് ആർ വാല്യൂബിൾ ഇൻ ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ സെറ്റിങ്സ് എന്ന് പറയും. ആസ് എ പ്രൊഫഷണൽ ഓർ ആസ് എ പേഴ്സൺ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാക്കിയിരിക്കണം. അതാണ് ഈ സർവീസ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, നിങ്ങൾ അരിയും പച്ചക്കറിയും മേടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് സൊസൈറ്റിക്ക് എന്ത് പ്രയോജനം? ഇപ്പോൾ നിങ്ങളിപ്പോൾ BCom പഠിക്കുന്നു, MBA പഠിക്കുന്നു, BA പഠിക്കുന്നു, ജോലി കിട്ടുന്നു, ശമ്പളം വാങ്ങുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, വീണ്ടും നാളെ രാവിലെയാകുന്നു, ഇരുട്ടുന്നു, രാവിലെയാകുന്നു. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഈ സൊസൈറ്റിക്ക് എന്താണ് പ്രയോജനം? അങ്ങനത്തെ പ്രയോജനം ഉണ്ടാക്കണം. അതാണ് ഈ സർവീസ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജസ്. സർവീസ് ലേണിംഗിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ അക്കാഡമിക് കോൺസെപ്റ്റ് എങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എങ്ങനെ ഒരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം, ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എൻകറേജ് ചെയ്യുക, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. ഓക്കെ.
ഇതിന് ചെറിയൊരു ഈ ഡിസഡ്വാൻറ്റേജ് സത്യത്തിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ച് പലതിൻ്റെയും ഡിസഡ്വാൻറ്റേജ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടുതൽ ടൈം എഫോർട്ട് വിടേണ്ടി വരും. ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കറായിട്ടൊക്കെ നിങ്ങൾ പോകേണ്ടി വരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ അക്കാഡമിക് ഷെഡ്യൂൾസ്, പരീക്ഷ ഇപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഈ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ഷെഡ്യൂൾസ് ചിലപ്പോൾ ഇതുമായിട്ട് അലൈൻ ചെയ്യില്ല എന്നൊക്കെ വരാം. എന്നിരുന്നാൽ പോലും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നാളെ ഒരു ജോലി കിട്ടിയാലും അത് സൊസൈറ്റിക്കും കൂടെ പ്രയോജനമുള്ള കണക്ക് ചെയ്യണം. അതാണ് ഈ സർവീസ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റെപ്സ്. എങ്ങനെ നമുക്ക് സർവീസ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒന്ന്, ഐഡൻറ്റിഫൈ നീഡ്. എന്താണ് ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് എന്നെക്കൊണ്ട് കമ്മ്യൂണിറ്റിക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇതാണ് ഞാനെന്ന വ്യക്തി, ഞാൻ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഫിനാൻസ്, അക്കൗണ്ടിങ്, കുറേ എൻ്റർപ്രണർഷിപ്പ് എല്ലാം പഠിക്കുന്നുണ്ട്. ഞാനെന്ന വ്യക്തി ഈ പഠിച്ചിരിക്കുന്ന കാര്യം കൊണ്ട് സൊസൈറ്റിക്ക് എവിടെയൊക്കെയാണ് ആവശ്യമെന്ന് കണ്ടെത്തുക. ദെൻ പ്ലാൻ ആൻഡ് ഓർഗനൈസ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ദെൻ എക്സിക്യൂട്ട് ആൻഡ് റിഫ്ലക്റ്റ് ആണ്. ഞാൻ ആ കാര്യം ചെയ്യുക, എന്നിട്ട് അത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക. അപ്പം മെയിനായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറേ കാര്യം അംഗനവാടി തൊട്ട് LKG തൊട്ട് ഇവിടം വരെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച ഇത്രയും കാര്യം എനിക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഐഡൻറ്റിഫൈ ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് സൊസൈറ്റിക്ക് എവിടെയാണ് പ്രയോജനം? ശരി, ഞാൻ ഒരു ഏരിയ കണ്ടെത്തി. ദെൻ അത് പ്ലാൻ ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ചെയ്യുക, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് സർവീസ് ലേണിങ്ങിൽ വേണ്ടുന്നത്. ഇനി വർക്ക് എത്തിക്സും സർവീസ് ലേണിങ്ങും തമ്മിലുള്ള ബന്ധം, ഇത് ഒരു യൂണിറ്റ് കിടക്കല്ലേ. ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വർക്ക് എത്തിക്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന, ഒരു ജോലിയിൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന, അത് ഹോണസ്റ്റി, റെസ്പെക്റ്റ്, അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഞാനെന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നത് കൃത്യമായിട്ട് എത്തിക്സ് പാലിച്ചാണെങ്കിൽ എനിക്ക് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വർക്കിൽ കൃത്യമായിട്ട് എത്തിക്സ് കാണിക്കാത്ത ഭയങ്കര കള്ളന്മാർ, ഭയങ്കരമായിട്ട് കള്ളത്തരം കാണിച്ച് എങ്ങനെയെങ്കിലും ശമ്പളം വാങ്ങിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മിക്കവാറും ഈ സർവീസ് ലേണിംഗ് ഉണ്ടാവത്തില്ല. അതായത് കൃത്യമായിട്ട് കൊടുക്കുന്ന ജോലി തന്നെ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും സർവീസ് ലേണിങ്ങിലേക്കും പോവില്ല. ഇപ്പോൾ സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ എത്തിക്സ് ആണ്. എനിക്ക് ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൊസൈറ്റിയോടും കമ്മിറ്റ്മെൻറ്റ് കാണിക്കും. ഇവിടെയും അതുപോലെ തന്നെ സർവീസ് ലേണിങ്ങിൻ്റെയും ചലഞ്ചസ് ഉണ്ട്. ഓക്കെ, അതിലൊന്ന് ടൈം മാനേജ്മെൻറ്റാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ചിലപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചില സമയം കിട്ടിയെന്ന് വരത്തില്ല. അവിടെ അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളും സർവീസ് കമ്മിറ്റ്മെൻറ്റും പ്രയോറിറ്റൈസ് ചെയ്ത്, ഇപ്പോൾ എക്സാമൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഫനേജ് വിസിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രയോറിറ്റൈസേഷനാണ്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഓരോന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും ഇൻറ്റേർണൽസ്, അത് പഠിക്കണം, അത് ഹോംവർക്ക് അസൈൻമെൻറ്റ്, ഇങ്ങനെ നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്കലി ചെയ്യാനുണ്ട്. അപ്പോൾ ചിലപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ലെന്ന് വന്നാൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ നമുക്ക് വല്ല എക്സാമിൻ്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 ദിവസം ഒരു ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ടതിന് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ശരിയാക്കുക. മറ്റൊന്ന്, റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്. സൊസൈറ്റിയിൽ ഇറങ്ങി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് വേണം. നമുക്ക് ചിലപ്പോൾ കുറച്ച് പൈസ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കൊളാബറേഷൻ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കോളേജിൻ്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഏതെങ്കിലും സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനാവും. സോ ടൈം ഇല്ല എന്ന പ്രശ്നം പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം നമ്മളെപ്പോഴും പറയും ബിസി എന്നൊരു വാക്കില്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൽ. ബിസി എന്നൊരു വാക്കില്ലല്ലോ, പ്രയോറിറ്റി അല്ലേ. എനിക്കെന്താണോ പ്രയോറിറ്റി ആ കാര്യം ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ബിസി ആവും. എനിക്ക് പ്രയോറിറ്റി എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ബിസിയാണെന്ന് പറയും. ഓക്കെ, അപ്പം ടൈം ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുക. എക്സാമൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കുറച്ച് സോഷ്യൽ വർക്കിനൊക്കെ ഇറങ്ങാം. പിന്നെ റിസോഴ്സ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ചിലപ്പോൾ പൈസ കാണത്തില്ല, റിസോഴ്സ് കാണത്തില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ചുമ്മാ ഇറങ്ങിയാൽ പോരല്ലോ. അതിന് കൊളാബറേഷൻ, ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് സഹായിക്കാനായിട്ടുള്ള. അവരുമായിട്ടുള്ള റിസോഴ്സും എക്സ്പെർട്ടൈസുമായിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാം. ഇതാണ് ഈ സർവീസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചലഞ്ചിന് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത PDF എന്ന് പറയുന്നത് ഓരോ ചലഞ്ചും എങ്ങനെ പരിഹരിക്കാം ഈ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഞാൻ ഈ പറയുന്ന നോട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു PDF തന്നെ യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ഈ ഫുൾ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 യൂണിറ്റാണ് കവർ ചെയ്തിരിക്കുന്നത്. മൊത്തം 2 എണ്ണമായി. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 2 യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് കംപ്ലീറ്റ്ലി ഇതൊരു സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സബ്ജക്റ്റാണ്. ക്വാളിറ്റേറ്റീവ് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഒരേ കാര്യം ഒരു രീതിയിൽ മാത്രമാവണമെന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടേതായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മറ്റൊരു കാര്യം പറയാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ്. ഇപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് പറയാം ഈ ഒരു രീതിയിൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു എക്സാമ്പിളും പറയാം തീർച്ചയായിട്ടും പറയാം. ക്വാണ്ടിറ്റി ഇപ്പോൾ എക്സാമ്പിൾ അക്കൗണ്ടിങ് പോലത്തെ സബ്ജക്റ്റ് നിങ്ങൾക്കും എനിക്കും ഒരേ കണക്കേ പറയാൻ പറ്റൂ. കാര്യം റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് പറയുന്നത് കൂടുതലും ഒരു ഫിലോസഫി അല്ലെങ്കിൽ സൈക്കോളജി മാറ്ററാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.